ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള ഒരു പോമാണ്. ദ പ്ലൗമാൻ എന്നാണ് ഈ ഒരു കവിതയുടെ പേര്. കവിത തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഹിയർ ഈസ് എ പോം റിട്ടൺ ബൈ ദ ഫേമസ് അമേരിക്കൻ പോയറ്റ് ഒലിവർ വെൻഡൽ ഹോംസ്. അപ്പോൾ ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ പോയറ്റാണ്. ഒലിവർ വെൻഡൽ ഹോംസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇറ്റ് ഈസ് അബൌട്ട് എ ഫാമേഴ്സ് ലൈഫ്, ഹാർഡ് വർക്ക് ആൻഡ് ലിവിങ്. അപ്പോൾ ഈ ഒരു പോയത്തിലൂടെ അദ്ദേഹം പറയുന്നത് ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കർഷകരല്ലേ. കർഷകരുടെ ലൈഫ്, അവരുടെ ജീവിതത്തെക്കുറിച്ചും, ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തെക്കുറിച്ചും, ആൻഡ് ലിവിങ്, അതായത് ഈ കർഷകരുടെ ജീവിത രീതി അല്ലെ ഉപജീവനം, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. സോ ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത്. ദ പ്ലൗമാൻ, അതാണ് നമ്മളുടെ ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ. പ്ലൗമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കർഷകൻ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കവിത നോക്കാം. 2 സ്റ്റാൻസസ് ആണ് ഈ ഒരു കവിതയ്ക്ക് ഉള്ളത്. ഫസ്റ്റ് സ്റ്റാൻസയിലേക്ക് പോകാം. These are the hands whose sturdy labor brings the peasants food, the golden pomp of kings. അപ്പോൾ എന്താ പറയുന്നത്? അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കർഷകരാണല്ലേ നമുക്കെല്ലാവർക്കും ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? കർഷകരാണ്. അപ്പം ഈ ഒരു സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ഇവൻ ബെഗേഴ്സ് മുതൽ കിങ് വരെ ഉള്ള ആളുകൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? കർഷകരാണ് അല്ലേ. അപ്പോൾ നമ്മൾ കർഷകരെ നോക്കുകയാണെങ്കിൽ അവർ സാധാരണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന, അതായത് താഴേക്കിടയിലുള്ള ആളുകളാണ് കർഷകർ അല്ലേ. രാജാക്കന്മാരൊക്കെ എന്താണ്? ഏറ്റവും ടോപ്പിലുള്ള ആളുകളാണ്. അപ്പം എന്താ പറയുന്നത്? സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ളവർ മുതൽ ഏറ്റവും മുകളിലുള്ള ആളുകൾക്ക് വരെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് കർഷകരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദീസ് ആർ ദ ഹാൻഡ്സ്, ഇതാണ് ആ കൈകൾ. ഹൂസ് സ്റ്റഡി ലേബർ ബ്രിങ്സ്. ഹൂസ് സ്റ്റഡി മീൻസ് ബലിഷ്ഠമായ, അല്ലെങ്കിൽ എന്താണ്? കരുത്തുറ്റ. ലേബർ എന്ന് പറഞ്ഞാൽ അധ്വാനം. ബ്രിങ്സ് കൊണ്ടുവരുന്നു. ദ പെസൻസ് ഫുഡ്. ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഫുഡ് എന്ന് പ്രൊനൗൺസ് ചെയ്യരുത് കേട്ടോ. ഫുഡ് എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ പെസൻറ്റ് എന്ന് പറഞ്ഞാൽ കർഷകർ തന്നെയാണ് കേട്ടോ, ഫാമേഴ്സ് തന്നെയാണ്. അപ്പോൾ പെസൻസിനുള്ള ഫുഡും അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ. കർഷകർ തന്നെയാണ് അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കുന്നത്. അതായത് അവർ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളാണ് അല്ലേ കർഷകരെന്ന് പറയുന്നത്. പിന്നെയോ ദ ഗോൾഡൻ പോംപ് ഓഫ് കിങ്സ്. പോംപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡംബരമായ. ഗോൾഡൻ മീൻസ് സ്വർണ്ണത്തിലുള്ള. അപ്പോൾ അതായത് ഉദ്ദേശിക്കുന്നത് ഇപ്പം രാജാക്കന്മാർ ഫുഡ് കഴിക്കുക എങ്ങനെയാണ്? സാധാരണക്കാർ കഴിക്കുന്ന രീതിയിലാണോ? അല്ല, അവർ സ്വർണ്ണത്തളികയിലൊക്കെ ആയിരിക്കും അല്ലേ കഴിക്കുന്നുണ്ടാവുക. അതേപോലെ അവരുടെ ഫുഡും നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് മാത്രമേ അവർ കഴിക്കുള്ളൂ അല്ലേ. അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സമൂഹത്തിൽ താഴേക്കിടയിൽ കിടക്കുന്ന കർഷകർക്കുള്ള ഫുഡും, അതേപോലെ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന രാജാക്കന്മാർക്കുള്ള ഫുഡും ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കർഷകരാണല്ലേ. അവരുടെ ബലിഷ്ഠമായ കൈകളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കപ്പെടുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ ഒരു 2 ലൈൻസിലൂടെ. നെക്സ്റ്റ് ലൈൻസ് നോക്കാം. ദിസ് ഈസ് ദ പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷാൽ ബി സീൻ ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിങ് ഗ്രീൻ. അപ്പം ഈ ഒരു 2 ലൈൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ടല്ലേ, ദിസ് ഈസ് ദ പേജ്. ഇതാണ് ആ ഒരു പേജ്. ഒരു ബുക്കിൻ്റെ പേജ് ഉണ്ടാവില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആ ഒരു പേജ്. ഒരു കവി അല്ലെങ്കിൽ ഒരു റൈറ്റർ എവിടെയാണ് എഴുതുക? ബുക്കിൻ്റെ താളുകളിൽ, പേജിലാണല്ലേ എഴുതുക. അപ്പം എങ്ങനെയാണ് എഴുതുക? ലെറ്റേഴ്സ് ആണല്ലേ എഴുതുക. അപ്പം എന്താണ്? പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷാൽ ബി സീൻ. അപ്പം ഒരു റൈറ്റർ അദ്ദേഹത്തിൻ്റെ പേജിൽ എഴുതുന്ന സമയത്ത് നമുക്ക് ലെറ്റേഴ്സ് കാണാം അല്ലേ, അക്ഷരങ്ങൾ കാണാൻ കഴിയും. ഈ ഒരു പേജിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പേജിനെ നമ്മൾ വേറൊരു തലത്തിൽ കാണാൻ കഴിയും. അതായത് കർഷകൻ്റെ കൃഷിസ്ഥലമായിട്ട് നമുക്ക് എടുക്കാം ഈ ഒരു പേജ്. അവിടെ ഈ ഒരു കർഷകൻ പാകുന്ന വിത്തുകൾ, അതിനെയാണ് ഇവിടെ ലെറ്റേഴ്സ് എന്നുദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ഇന്നർ മീനിങ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ദിസ് ഈസ് ദ പേജ്, ഇതാണ് ആ ഒരു പേജ്. അതായത് കർഷകൻ കൃഷി ചെയ്യുന്ന കൃഷിസ്ഥലം. അവിടെ
കാണപ്പെടുന്ന ലെറ്റേഴ്സ്, അതായത് അവിടെ കർഷകൻ വിതയ്ക്കുന്ന വിത്തുകളെയാണ് ഇവിടെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിങ് ഗ്രീൻ. അപ്പോൾ നമുക്കറിയാം, ഒരു വിത്ത് വിതച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ വളർന്ന് അതിന് ഗ്രോ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം അല്ലേ? അപ്പം സണ്ണാണ് ഈ ഒരു വിത്തിനെ ചേഞ്ച് ചെയ്യുന്നത്. അതിനെ എന്താണ്, നല്ലൊരു ചെടിയായി വളർന്ന് വലുതാവാൻ സഹായിക്കുന്നത് ആരാണ്? സണ്ണാണ് അല്ലേ? അപ്പം ഇവിടെ വേർഡ്സ് ഓഫ് ലിവിങ് ഗ്രീൻ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ്? അക്ഷരങ്ങൾ കൂടിയിട്ടാണ് വേർഡ്സ് ഉണ്ടാവുന്നത് അല്ലേ? അക്ഷരങ്ങൾ വളർന്നാണ് വേർഡ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അതേപോലെ ഈ വിത്ത് മുളച്ച് വളർന്ന് വലുതാവുമ്പോഴാണ് ചെടികൾ ഉണ്ടാവുക അല്ലേ? അപ്പോൾ അതിനാരാണ് സഹായിക്കുന്നത്? സൺലൈറ്റാണ്. അപ്പോൾ സൂര്യപ്രകാശം മൂലം എന്താവുന്നു? ആ വിത്തുകൾ ചെടികളായിട്ട് വളർന്ന് വലുതാവുന്നു. ലെറ്റേഴ്സ് വേർഡ്സ് ആയിട്ട് വലുതാവുന്ന പോലെ വിത്തുകൾ എന്താവുന്നു? ചെടികളായി വലുതായി മാറുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ദിസ് ഈസ് ദ സ്കോളർ ഹൂസ് ഇമ്മോർട്ടൽ പെൻ സ്പെൽസ് ദ ഫസ്റ്റ് ലെസൺ ഹങ്കർ ടോട്ട് ടു മെൻ. അപ്പോൾ ഈ 2 ലൈൻസിൽ നമുക്ക് കമ്പാരിസൺ വരുന്നത് ഫാമേഴ്സിനെ, അതായത് കർഷകരെ സ്കോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ഡിതനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, മുന്നത്തെ സ്റ്റാൻസിൽ നമ്മൾ കണ്ടു എന്താണ്? റൈറ്റേഴ്സുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു പോയറ്റുമായിട്ടാണ് കമ്പാരിസൺ വരുന്നത്. ഈ സ്റ്റാൻസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പണ്ഡിതനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണ്? പണ്ഡിതരായിട്ടുള്ള ആളുകൾ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫാമേഴ്സാണ് നമ്മളെ ജീവിതത്തിൻ്റെ ആദ്യ പാഠമായിട്ടുള്ള വിശപ്പ് എന്ന കാര്യം പഠിപ്പിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദിസ് ഈസ് ദ സ്കോളർ. ഇതാണ് ആ സ്കോളർ. അതായത് സ്കോളർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പണ്ഡിതനാണ്. ബട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ആരുമായിട്ടാണ്? ഫാർമർ. ഓക്കെ, അപ്പോൾ കർഷകർ. ഹൂസ് ഇമ്മോർട്ടൽ പെൻ. ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ അനശ്വരമായ, അതായത് ഒരിക്കലും നശിക്കാത്ത പെൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കർഷകരെ യൂസ് ചെയ്യുന്ന അവരുടെ തൂമ്പ, മമ്മട്ടി, കൈക്കോട്ട് അങ്ങനെയുള്ള അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, അതാണ് ഇവിടെ പെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പെൽസ് മീൻസ് പറയുന്നു. ദ ഫസ്റ്റ് ലെസൺ ഹങ്കർ ടോട്ട് ടു മെൻ, അതായത് ആദ്യത്തെ പാഠമായിട്ടുള്ള ഹങ്കർ മീൻസ് എന്താണ്? വിശപ്പ്. ടോട്ട് ടു മെൻ, മനുഷ്യരെ പഠിപ്പിക്കുന്നു. ഓക്കെ, കർഷകരാണ് വിശപ്പ് എന്നുള്ള ആദ്യ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്, മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, കർഷകർ അവരുടെ ജോലിയൊന്നും ചെയ്യാതിരിക്കുക എന്ന് വിചാരിക്കുക. കർഷകരെ ഈ ലോകത്ത് ഇല്ലാതായിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാവുമോ? ഇല്ല. നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് അവർ വിത്ത് വിതച്ച് അതിനെ നല്ലപോലെ പരിപാലിച്ച് വളർത്തി വലുതാക്കി അതിൽ നിന്ന് നമുക്ക് ധാന്യവും വെജിറ്റബിൾസും എല്ലാം കിട്ടണം. എങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നമുക്ക് ആഹാരം കഴിക്കാൻ കഴിയുള്ളൂ അല്ലേ? കർഷകരില്ലെങ്കിൽ നമ്മളുടെ ഈ ലോകം പിന്നെ ഇല്ല. നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് നമുക്ക് ആഹാരം എന്ന് പറയുന്നത് അല്ലേ? അപ്പം അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കർഷകരില്ലെങ്കിൽ പിന്നെ ഈ ലോകം നമ്മൾ നോക്കണോ? വേണ്ട. അപ്പോൾ നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ടുള്ള ആഹാരം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പം നമ്മളുടെ ലൈഫിൽ ഹങ്കർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ലെസൺ നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? കർഷകരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളുടെ ലൈഫിൽ. ഈവൻ ബെഗേഴ്സ് മുതൽ കിങ് വരെയുള്ള ആളുകൾക്ക് എല്ലാ മനുഷ്യന്മാർക്കായാലും ഏത് ജീവജാലങ്ങൾക്കായാലും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ആഹാരം എന്ന് പറയുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള ഒരു സ്കോപ്പ് പോലും ഇല്ല. കാരണം നമ്മളുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. നമ്മൾക്ക് ആഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഹങ്കർ എന്ന് പറയുന്ന ജീവിതത്തിലെ ആദ്യത്തെ ലെസൺ പഠിപ്പിക്കുന്നത് നമ്മളുടെ ഫാമേഴ്സാണ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ലാസ്റ്റ് 2 ലൈൻസ് നോക്കാം. ദീസ് ആർ ദ ലൈൻസ് ദാറ്റ് ഹെവൻ കമാൻഡഡ് ടോയിൽ ഷോസ് ഓൺ ഹിസ് ഡീഡ് ദ ചാർട്ടർ ഓഫ് ദ സോയിൽ. അതായത് മണ്ണിൽ അധ്വാനിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് പ്രായോഗികമാക്കപ്പെടുന്നത് ആരിലൂടെയാണ്? കർഷകരിലൂടെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ ദ ലൈൻസ് ദാറ്റ് ഹെവൻ കമാൻഡഡ് ടോയിൽ. അപ്പോൾ ഹെവൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സ്വർഗം അല്ല, ദൈവം എന്നാണ് ഇവിടെ
മെയിനായിട്ട് മീനിങ് വരുന്നത്. ദൈവം കമാൻഡ് ചെയ്തു, ആജ്ഞാപിച്ചു. എന്താണ്? ടോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനാധ്വാനം ചെയ്യുക, ഭൂമിയിൽ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പരിശ്രമിക്കുക, കഠിനാധ്വാനം ചെയ്യുക. ഷോസ് ഓൺ ഹിസ് ഡീഡ്, അതായത് ടോയിൽ ചെയ്യുക, അതായത് കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളത് കർഷകൻ കാണിക്കുന്നത് തൻ്റെ ഡീഡ്, തൻ്റെ പ്രവൃത്തിയിലൂടെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ദ ചാർട്ടർ ഓഫ് ദ സോയിൽ. ചാർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമാണം എന്നുള്ളതാണ് മീനിങ്. സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ്. അപ്പോൾ ചാർട്ടർ ഓഫ് ദ സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ദൈവത്തിൻ്റെ കമാൻഡും. അതാണ് ഇവിടെ ഈ 2 ലൈൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കവിത പറയുന്നത്. സോ ഈ ഒരു കവിത സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള കർഷകർ അല്ലേ, അവർ എന്താണ്? താഴേക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളെ, കർഷകരെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഇത്. ഇപ്പം ഈ പ്രഭുക്കന്മാരായിക്കോട്ടെ, രാജാക്കന്മാരായിക്കോട്ടെ, അവരൊന്നും ജീവിക്കുന്ന രീതിയിൽ അത്യാഡംബരപൂർവ്വം ജീവിക്കുന്നവരാണോ കർഷകർ? അല്ല, ഒരിക്കലും അല്ല അല്ലേ. അവരെന്താണ്? സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് ഒരു താഴേക്കിടയിൽ ജീവിതം നയിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ ഇമ്പോർട്ടൻസ്, ഈ ഭൂമിയിൽ അവരുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്കെന്താണ്? പാടിപ്പുകഴ്ത്താൻ പറ്റുന്നതിലപ്പുറമാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ്? നമുക്ക് ഓരോ മനുഷ്യനും, അതിപ്പം ബെഗേഴ്സ് മുതൽ കിങ് വരെയുള്ള എല്ലാ ആളുകൾക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആഹാരമാണ്, ഭക്ഷണമാണ് അല്ലേ. അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കർഷകരാണ്. അപ്പോൾ കർഷകരില്ല, അവരവരുടെ ജോലി ചെയ്യുന്നില്ല, കഠിനാധ്വാനം ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? ആഹാരം കഴിക്കാൻ കഴിയില്ല അല്ലേ, നമുക്ക് ഫുഡ് ഉണ്ടാവില്ല. അപ്പം ഈ ലോകം തന്നെ മുഴുവനായും നശിച്ചു പോകും കർഷകരില്ലെങ്കിൽ. അപ്പം ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ഓരോരുത്തരും കർഷകരോട് എപ്പോഴും എന്താണ്? അവരോട് നന്ദിയുള്ളവരായിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു കവിത നമുക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യം വായിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ മീനിങ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷനിൽ ഇതിൻ്റെ ഇന്നർ മീനിങ്ങും കമ്പാരിസണും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് മീനിങ് മനസ്സിലാവുമെന്ന് കരുതുന്നു. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.